ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. അതായത് ധ്യാനിനെ പെട്ടെന്ന് ഒരു ദിവസം അപ്പിയർ ചെയ്തപ്പോഴാണ്, കുറച്ച് നാളിങ്ങനെ അപ്പിയർ ചെയ്യാതെ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂ ഏതോ ഒരു മൂവിയുടെ പ്രിവ്യൂനോ അങ്ങനെയാണ് ഫസ്റ്റ് ലുക്ക് ഔട്ട് ആണ്. അതായത് ഭയങ്കര ടീനിലേക്ക് പോയ പോലെ നമുക്ക് തോന്നിട്ടോ ആ ഫസ്റ്റ് സൈറ്റില്. ശരിക്കും എത്രമാത്രം അതിന്റെ പിന്നിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട്? അതിനൊരു കഥയുണ്ട്. ആ കഥ ഒന്ന് കേക്കട്ടെ. ഞാൻ ഒരു സെറ്റില് എന്തോ ഒരു ഓണത്തിന്റെ കസേര കളി കളിച്ചോണ്ടിരിക്കുക. ഇത് കസേര കളിയുടെ വീഡിയോ ആരോ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു തടിയൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അജു വിളിച്ചിട്ട് പറഞ്ഞു ഇവന്റെ തടിയൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ, പടം നടക്കുവോ അങ്ങനെ എന്തോ ഇട്ടിട്ട് ചേട്ടൻ എറിഞ്ഞിട്ടു. അപ്പൊ ചേട്ടൻ എന്നെ വിളിച്ചിട്ട്, അപ്പൊ ആ പടത്തിന് ഞാൻ പോലീസാ. അപ്പൊ ഞാൻ ഷൂട്ടിൽ നിൽക്കുന്ന ചേട്ടൻ വിളിച്ചിട്ട് എന്റെ അടുത്ത് പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് കോംപ്രമൈസ് എന്ന് പറഞ്ഞൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. സുരേഷ് അപ്പൊ ഞാൻ അപ്പൊ പുള്ളി പറഞ്ഞു അതെ നിന്നോട് തന്നെ ഞാൻ ഈ പറഞ്ഞത് 2 കോടി രൂപയുടെ എത്ര സെറ്റ്, കോടിക്കണക്കിന് രൂപയുടെ സെറ്റ് ഇട്ടിരിക്കുകയാണ്, നിന്നെയും കാത്ത് നിന്റെ തടിയും കുറയാൻ വേണ്ടി ഇവിടെ ആൾക്കാർ നോക്കി നിൽക്കുകയാണ്, എന്ത് കോപ്പറായ കാണിച്ചു വെച്ചിരിക്കും, കസേര കളിച്ചോണ്ടിരിക്കുകയാണ്. കസേര കളി പോട്ടെ, അത് രണ്ട് സദ്യ ഉണ്ടെന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറെ ചോറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തിന്ന. അപ്പൊ ഞാൻ പുള്ളിനോട് പറഞ്ഞിരിക്കുന്നത് ഡയറ്റാണ്, ഒന്നും കഴിക്കുന്നില്ല. ഇത് കണ്ട് പുള്ളി ടെൻഷൻ അടിച്ച് വിളിച്ച് ഇതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ ആരായാലും ദേഷ്യപ്പെട്ടു പോകും, അത്ര ചോറുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഇത് പറയുന്ന സമയത്ത് ഞാൻ പോലീസാണല്ലോ അവിടെ. പെട്ടെന്ന് പുള്ളി പറഞ്ഞു എനിക്ക് ഇതിന് ചെയ്യാൻ പറ്റില്ല, നിനക്ക് ഇനി പറ്റുമല്ലോ അപ്പൊ പറയണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നീ വേറെ ആളെ വെച്ചോന്ന് പറഞ്ഞു. ദേഷ്യമൊന്നുമില്ല, ഒറ്റ കാരണം ഞാൻ പോലീസായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വേറെ ക്യാരക്ടർ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഇത് ഫോണ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, അയ്യോ ഓടാനുള്ള ഒരു പടമാണല്ലോ അങ്ങനെ ഇല്ല അപ്പൊ നമ്മുടെ ഒരു അഭിമാനം കളയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന പരിപാടി. അപ്പം വേറെ ആളെ വെച്ചൊന്ന് പറയുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഭാര്യയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു അവൻ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ചേട്ടൻ അപ്പോഴേക്ക് ആൾക്കാരെയൊക്കെ വിളിച്ചതാക്കി. അപ്പൊ ആൾക്കാരെ വിളിച്ച് പറഞ്ഞത് എനിക്ക് ഒട്ടും സഹിച്ചില്ല. നമുക്കിടയിലുള്ള കാര്യം നമുക്കിടയിൽ നിൽക്കണ്ടെന്നുള്ളതിന് ഞാൻ എന്തായാലും എല്ലാവരോടും ഇപ്പൊ പറയല്ല, അതുപോലെ ഞാൻ എന്തായാലും പറയും. എന്തിനാണ് അപ്പോഴേക്ക് നിങ്ങൾ വിളിച്ചു പറഞ്ഞത്? ഞാൻ വിളിച്ചു വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറഞ്ഞാണ് എനിക്കത് പറഞ്ഞത് തീരാ ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട. അപ്പൊ പുള്ളി പറഞ്ഞു ഞാനൊരു ഡയറക്ടറും കൂടിയാണ് ഈ സിനിമ. അപ്പൊ പുള്ളിയും ഒരു പ്രൊഫഷണലായിട്ട് നീ ഇതിനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താ പ്രശ്നം വെച്ചു പറഞ്ഞു ഇവിടെ സെറ്റ് ഇട്ടിരിക്കുകയാണ് 2-2.5 കോടി രൂപയുടെ സെറ്റ്. ഇതിന് ഞാൻ ആ 2.5 കോടി രൂപ ഞാൻ തരാം, ഞാൻ പറയുമ്പോ ഷൂട്ടിന്ന് വെച്ച് 2.5 കോടി ഞാൻ തരാം. അങ്ങനെ പല പടങ്ങൾക്കും കൊടുക്കാൻ വേണ്ടിയാ ഇവിടുന്നൊക്കെ. അന്ന് പിറ്റേ ദിവസം ട്രെയിനറിനെ വിളിച്ചു. ഓണമായിരുന്നു. പിറ്റേ ദിവസം ചെന്നൈയില് ലാൽ സാറിന്റെ വീട്ടിൽ എല്ലാരും ഓണാഘോഷ പരിപാടി, എല്ലാരും വരുന്നു. അങ്ങനെ ആ പരിപാടിയെ ക്യാൻസൽ ചെയ്തു ഞാൻ വരാത്തതുകൊണ്ട്. അങ്ങനെ പിന്നെ 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എല്ലാരും വിളിച്ച് ചേട്ടനെ എന്നെ ഇരുത്തി കോംപ്രമൈസ് ചെയ്തിട്ടാണ് പടം തുടങ്ങിയത്. ഈ ചെറിയ കേസുകള്. എന്നിട്ട് ആ വാശിക്ക് എങ്ങനെയാണ് തടി കുറയ്ക്കാനുള്ള എഫേർട്സ് എടുത്തത്? അത് സമ്മതിക്കണം കേട്ടോ. ഇത് വലിയ ചർച്ചാ വിഷയമായി. ലാൽ സാറിന്റെ വീട്ടിൽ അവിടെ സുചിത്രാക്ക വിളിക്കുന്ന എല്ലാവരും പറഞ്ഞു തടിയുടെ പേരിൽ ചേട്ടനും അനിയനും ഉടക്കി എന്നുള്ള രീതിയിലായി. പിന്നെ എനിക്കൊരു പ്രശ്നമായി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മള് 18 കിലോ 1.5 മാസത്തിൽ കുറച്ചു. കഷ്ടപ്പാട്. സിനിമ കഴിഞ്ഞു എത്ര ദിവസത്തിനുള്ളിൽ വീണ്ടും നമ്മൾ ബാക്ക് ടു പണ്ടത്തെ പോലെ? പിന്നെ 3-6 സെക്കൻഡ് സ്കെഡ്യൂൾ തുടങ്ങിയപ്പോ തൊട്ടിട്ട് പിന്നെ കഴിച്ചോ എന്നുള്ള രീതിയിലായപ്പോ പിന്നെ പഴയ പോലെ. ഇതുപോലെ ഏതെങ്കിലും ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻ പടങ്ങൾ വരുമ്പോ ഇതുപോലെ ചെയ്ത് കൊടുക്കപ്പെടും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.